അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സംഘം ദൂതന്മാർ രാത്രിയിൽ ആടിനെ കാത്തുകൊണ്ടിരിക്കുന്ന കാവൽ ആട്ടിടയന്മാരോട് സംസാരിച്ച വാക്കുകളാണ്. അപ്പോൾ യേശു ജനിച്ചു എന്നുള്ള വാർത്ത ബെത്ലഹേമിലോ യെരുശലേമിലോ ഇസ്രായേൽ ദേശത്തെങ്ങോ ഭൂമിയിൽ ആരും അറിയാതിരിക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നത് സ്വർഗത്തിലെ ദൂത സൈന്യമാണ്. ഇന്നത്തെ ഈ ക്രിസ്മസ് ദിന പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അറിയുക, ഏറ്റവും വലിയ സന്തോഷം യേശുവിൻ്റെ ജനനമാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ഞാൻ അതേ ഭാഗം നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യം മുതലാണ്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി. എത്ര ഭയങ്കരമായ ഒരു അത്ഭുത സംഭവമാണ് ആട്ടിടയന്മാർ കണ്ടത്. ഈ ഭൂമിയിൽ മാനവജാതിയുടെ വിടുതലിനായി ഇറങ്ങി വന്ന രക്ഷകനായ, തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത യേശുക്രിസ്തുവിൻ്റെ ജനനം അതൊരു അത്ഭുതമായിരുന്നു. യേശുവിൻ്റെ ജനനം അത്ഭുതമാണ്. യേശുവിനെ മറിയ ഗർഭധാരണം ചെയ്യുന്നത് ഒരു അത്ഭുതമാണ്. യേശുവിൻ്റെ ജനന ദിവസം ഒരു അത്ഭുതമാണ്. യേശു ജനിച്ച രീതികൾ ഒരു അത്ഭുതമാണ്. യേശുവിൻ്റെ വളർച്ച ഒരു അത്ഭുതമാണ്. യേശുവിൻ്റെ 30-ാമത്തെ വയസ്സിലെ സ്നാനം ഒരു അത്ഭുതമാണ്. അവിടെയും സ്വർഗം തുറക്കുന്നുണ്ട്. അവിടെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. യേശുവിൻ്റെ 3.5 വർഷം ജീവിതം ഒരു വലിയ അത്ഭുതമായിരുന്നു. യേശുവിൻ്റെ മരണം പൈശാചിക കോട്ടകൾ തകർന്നു പോകുവാൻ കാരണമായ അത്ഭുത മരണമായിരുന്നു. ക്രൂശിൽ സകലത് നിവർത്തിയാക്കി സ്വന്തം തോളിൽ തലചായ്ച്ച് സകലത്തെയും പൂർത്തീകരിച്ച യേശുവിൻ്റെ മരണം മാനവജാതിയുടെ രക്ഷയ്ക്ക് കാരണമായി. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ദൂതന്മാർ വീണ്ടും ഇതാ കല്ലറക്കൽ കല്ലുരുട്ടി മാറ്റി നിൽക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതം, ജനനം, മരണം, ഉയർപ്പ് എന്ന് വേണ്ട യേശുവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം അത്ഭുതങ്ങളാണ്. അതിൻ്റെ അർത്ഥം യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ അത്ഭുതങ്ങൾ എന്നുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയാണ് ദൈവം തുറന്നു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം മാനുഷികമല്ല, അമാനുഷികമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അത് തന്നെ ഒരു അത്ഭുതമല്ലേ? പഴയ വ്യക്തിയല്ലെന്ന്. അവൻ്റെ സ്വഭാവം മാറുന്നു, അവൻ്റെ ജീവിതം മാറുന്നു, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമുണ്ടാകുന്നു, അവൻ സ്വപ്നങ്ങൾ കാണുന്നു, അവൻ ദർശനങ്ങൾ കാണുന്നു. അതായത് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാനാണ്. യേശു ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ട് പ്രയോജനമില്ല. യേശു എനിക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ വ്യക്തി പുതിയ സൃഷ്ടിയായി മാറും. ആ വ്യക്തി ദൈവത്തിൻ്റെ മന്ദിരമായി മാറും. ഈ വലിയ സന്തോഷമാണ് ഭൂമിയിലേക്ക് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ കൊണ്ടുവന്നത്. ഈ വലിയ സന്തോഷത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന്
യേശുവിനെ പാടി ആരാധിക്കാം. Joy to the world, the Lord is come. Let her receive her King. Let every heart prepare Him room, and heaven and nature sing, and heaven and nature sing, and heaven and heaven and nature sing. Joy to the world, the Savior reigns. Let then the songs aglow. By fields and floods, rocks, hills and plains, repeat the sounding joy, repeat the sounding joy, repeat the sounding heroes to bow in truth and grace, and makes the nations proud. The glories of His righteousness, and wonders of His love, and wonders of His love, and wonders of His love. Heroes to war with truth and grace, and makes the nations prove the glories of His righteousness, and wonders of His love, and wonders of His love, and wonders of His നമുക്ക് ഒരു ദൈവവചന ഭാഗം വായിച്ച് ഇന്നത്തെ ധ്യാനത്തെ ആരംഭിക്കാം. യെശയ്യാവ് 32:1. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. വേദപുസ്തകം മുഴുവനും എടുത്തു പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു രാജാവ്. യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് എങ്ങനെയാണ്? അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി, അതായത് രാജാവിൻ്റെ വംശാവലി. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മക്കൾ രാജാക്കന്മാരായി പുറത്തു വരും, നിന്നിൽ നിന്ന് അനേക രാജാക്കന്മാർ ഉത്ഭവിക്കും. അങ്ങനെ അബ്രഹാമിൻ്റെ മക്കളിൽ അനവധി രാജാക്കന്മാരുണ്ടായി. ആ രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നത് ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും പാട്ടുകൾ എഴുതുകയും ദൈവത്തിന് വേണ്ടി യുദ്ധങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്ത ദാവീദാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനോട് തന്നെ ദൈവം ഉറപ്പ് കൊടുത്തു,
നിന്റെ സിംഹാസനത്തിൽ ഒരുവൻ വരും. അബ്രഹാമിനോടും ഉറപ്പ് ദൈവം കൊടുത്തു, നിന്റെ സന്തതി മുഖാന്തിരം ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് ഇസഹാക്ക് എന്ന സന്തതിയല്ല, ഇസഹാക്കിലൂടെ കടന്നു വരുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന സന്തതി മുഖാന്തിരം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:29 ഗലാത്യ ലേഖനം 3:14 എല്ലാം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ മക്കൾ എന്ന വാക്ക് നമ്മെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിലോ അബ്രഹാമിൻ്റെ മക്കളും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. അബ്രഹാമിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ആരാ? രാജാക്കന്മാർ. അപ്പോൾ ഒരു രാജാവ് നീതിയോടെ ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന് ജനനത്തിന് മുന്നമേ മറിയയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു. അവൻ വലിയവനാകും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. ദാവീദിൻ്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും, അവൻ എന്നേക്കും രാജാവായിരിക്കും. ഇത് യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഈ പ്രവചനമാണ് യേശു ക്രിസ്തുവിലൂടെ നിവർത്തിയായത്. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഹേരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് 3 കിഴക്കുള്ള രാജാക്കന്മാർ വരുന്നതാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് രാജാക്കന്മാരാണ് എല്ലാം ശ്രദ്ധിക്കുന്നത്. ഹേരോദ രാജാവ് നടുങ്ങിപ്പോയി, ഇസ്രായേലൊക്കെ നടുങ്ങി വിറച്ചുപോയി. ഇതാ കിഴക്ക് നിന്ന് 3 രാജാക്കന്മാർ, ആ കാലഘട്ടത്തിലെ വലിയ രാജാക്കന്മാരവരെല്ലാം. അപ്പോൾ തന്നെ അവരെ നക്ഷത്രങ്ങൾ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജ്ഞാനികളുമാണ്. അവർ കിഴക്ക് നിന്ന് ഈ നക്ഷത്രം കണ്ടു. എന്താ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത? ഈ നക്ഷത്രം ഒരു രാജാവിനെ കാണിക്കുന്ന നക്ഷത്രമാണ്. ഒരു രാജാവ് ജനിച്ചു എന്ന് കാണിക്കുന്ന നക്ഷത്രമാണ്. ഭൂമിയിൽ എത്രയോ ലക്ഷം ജനങ്ങൾ ജനിച്ചു. ഒരു വ്യക്തിക്ക് പോലും ഒരു നക്ഷത്രം അടയാളമായിട്ട് ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് ദിവസങ്ങളിൽ എല്ലാ ഭവനങ്ങളിലും തൂക്കിയിടുന്ന സ്റ്റാർ ഒരു സത്യം നമ്മോട് പറയുന്നുണ്ട്. യേശുവിനെ നോക്കുക, യേശുവിലേക്ക് വരിക. ആ സ്റ്റാർ ശിശു കിടക്കുന്ന ഇടം വരെ ചെന്നു എന്നാണ്. ശിശുവിനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഈ നക്ഷത്രം അവരെ ശിശു കിടക്കുന്ന സ്ഥലം വരെ കൊണ്ടുചെന്നു, ആ വീട് വരെ കൊണ്ടുപോയി. അങ്ങനെ വീണ് യേശുവിനെ ആരാധിച്ചു എന്ന് നമ്മൾ അവിടെ കാണുന്നു. അപ്പോൾ നക്ഷത്രം കണ്ടതുകൊണ്ട് അവരത്യന്തം സന്തോഷിച്ചു. നമ്മുടെ വീടുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന, നമ്മുടെ ദേശത്ത് കാണുന്ന നക്ഷത്രം കാണുമ്പോൾ നാം സന്തോഷിക്കുകയല്ല വേണ്ടത്, അത്യന്തം സന്തോഷിക്കണം. കാരണം നക്ഷത്രം പറയുന്ന ഒരു സത്യമുണ്ട്. മാനവജാതിയുടെ രക്ഷയ്ക്കായി, മാനവജാതിയുടെ പാപത്തിൻ്റെ മോചനത്തിനായി ഇസ്രായേലിലൂടെ വരുന്ന രക്ഷകൻ ഇതാ തലമുറ തലമുറയായി കാത്തിരുന്ന ആ മഹാനായ രാജാവ് നീതിയോടെ വാഴുവാൻ ദാവീദിൻ്റെ നഗരത്തിൽ ഇതാ ജനിച്ചിരിക്കുന്നു എന്നാണ് ആർക്ക് പറയാനുള്ളത്? നക്ഷത്രത്തിന് പറയാനുള്ളത്, ദൂതന്മാർക്ക് പറയാനുള്ളത്. അപ്പോൾ സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രം അവരെ വഴി നടത്തി. ഇന്ന് അതിൻ്റെ ഒരു ഓർമ്മ മാത്രമാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ സ്റ്റാറുകളും. ഒരു വലിയ അത്ഭുതകരമായ ഒരു ജീവിതത്തിലേക്ക് മാനവ ജാതിയെ മാറ്റിമറിച്ച ഒരു ചരിത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. AD BC എന്ന് ഈ ഭൂമിയിലുള്ള സമൂഹത്തെ രണ്ടായി തിരിച്ചതും യേശുവിൻ്റെ ജനനമാണ്. ഇന്ന് നമ്മുടെ ജന്മദിനം, നമ്മുടെ കലണ്ടറുകൾ എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിച്ചു. നക്ഷത്രം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. യേശു
ഈ ഭൂമിയിലേക്ക് ജനിച്ചു. ഇതുപോലെ ദൂതന്മാരും പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. യേശു രാജാവാണ് എന്നുള്ളതിന് മറ്റ് തെളിവുകളെ അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മാനവജാതിയെ അടിമനുഖത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരിക്കൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ലേവി കുടുംബത്തിൽ ഒരു ലേവി ദമ്പതികൾക്ക് ഒരു മകൻ ജനിച്ചു. അവൻ്റെ ജനനത്തിൽ അവൻ ദിവ്യ സുന്ദരനാണെന്ന് അവൻ്റെ അപ്പനും അമ്മയും കണ്ടു. ആ കുഞ്ഞിനെ 3 മാസം കാത്തു സൂക്ഷിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അവനെ, അന്നത്തെ രാജകൽപ്പന ജനിക്കുന്ന ആൺകുട്ടികളെ നൈൽ നദിയിൽ എറിയണം. അങ്ങനെ ഞാങ്ങണപ്പെട്ടകം വാങ്ങി എറിയുന്നതിന് പകരം ഈ കുഞ്ഞ് പൊങ്ങിക്കിടക്കുവാൻ അവനെ ഒഴുക്കി വിടാനൊരു പെട്ടിയിൽ അവനെ അതിലാക്കി ഒഴുക്കി വിട്ടു. ആ സമയത്ത് ആ രാജ്യത്തിലെ രാജാവിൻ്റെ മകൾ ആ സമയത്ത് തോഴികളുമായി കുളിക്കാൻ വന്നു. ഫറവോൻ്റെ പുത്രി, ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിൻ്റെ മകൾ ആ സമയത്ത് കുളിക്കാൻ വന്നു. നോക്ക്, ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളവരുടെ അടുക്കലേക്ക് അടുക്കുന്നത് രാജാവും രാജ്ഞിമാരും കൊട്ടാരങ്ങളുമാണ്. യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി ഈ ഭൂമിയിൽ ഒരു രക്ഷകനായി ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ മിസ്രൈമിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച, മിസ്രൈമിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? മോശ. ഫറവോൻ ആ കൊട്ടാരത്തിൽ മോശയെ വളർത്തി. അവൻ്റെ ഒരു രാജകുമാരനായി വളർന്നു. സമയമായപ്പോൾ ദൈവജനത്തിൻ്റെ കഷ്ടതകളിലേക്ക് അവൻ ഇറങ്ങി വന്നു. അവൻ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. ദൈവം കാണിച്ച എല്ലാ അത്ഭുതങ്ങളും അവൻ ചെയ്തു. അങ്ങനെ അവൻ ജനത്തെ മുഴുവനുമായി ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ അവർക്ക് അപ്പം ദൈവത്തിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് കനാനിലേക്ക് നടത്തിയ ചരിത്രമാണ് പഴയ നിയമസഭ. എന്നാൽ പുതിയ നിയമസഭയായ നമ്മുടെ ചരിത്രമോ ഇടക്ക് വെച്ച് മരിച്ച് ഇല്ലാതെയായ മോശയുടെ ചരിത്രം കൊണ്ട് തീരുന്നതല്ല. ഈ ഭൂമിയിലേക്ക് വന്ന സാക്ഷാൽ രാജാവായവൻ മിസ്രൈമാകുന്ന ഈ ലോകത്തിൽ ജനിച്ചു. അവൻ ജനനത്തിൽ തന്നെ രാജാവായി പറന്നു. അവൻ്റെ ജനനം രാജകീയമായിരുന്നു. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ വലുതായിരുന്നു. യേശു ജനിക്കുന്ന സമയത്ത് ജോസഫും മറിയയും, ആ കാലത്തെ രാജാവിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു, എല്ലാവരും അവരുടെ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ആധാർ കാർഡ് ഒന്നും കൂടി പുതുക്കുക. അതിനുവേണ്ടി അവരെല്ലാവരും ബേത്ലഹേമിൽ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇവരുടെ ജനന സ്ഥലമായ സ്വന്തം നാട്ടിൽ വന്ന് ഇവരുടെ ആധാർ പുതുക്കാൻ വേണ്ടി വരുന്ന ആ സമയത്ത് മറിയയ്ക്ക് പ്രസവ വേദനയുണ്ടായി. അന്ന് അവിടെ പാർത്തിരുന്ന സമയത്ത് ഈ പ്രസവ വേദനയുണ്ടായ നാളിൽ ഇവർ ഒരു സത്രത്തിൽ ഇടം അന്വേഷിച്ചു. ആ സത്രത്തിൽ അവർക്ക് പാർക്കാൻ സ്ഥലം കിട്ടിയില്ല. അത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ച് പറയുന്നത് ഗരൂത്ത് എന്നാണ്, കിംഹാം ഗരൂത്ത്. അതിനെക്കുറിച്ച് പറയുന്നത് യിരെമ്യാ പ്രവചനം 41:17 വാക്യത്തിൽ ബേത്ലഹേമിന് സമീപമുള്ള ഗരൂത്ത് കിംഹാം എന്ന സ്ഥലം. എന്താണ് കിംഹാം ഗരൂത്ത്? ദാവീദ് ഒരിക്കൽ രാജാവായിരുന്ന കാലത്ത് തൻ്റെ ഒരു മകൻ അബ്ശാലോമിനെ ഭയന്ന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടിയ സമയത്ത് ബർസില്ലായി എന്നു പേരുള്ള 85 വയസ്സുകാരനായ ഒരു വൃദ്ധൻ, വളരെ ധനവാനായിരുന്നു. അദ്ദേഹം മരുഭൂമിയിൽ പാർക്കുന്ന ഈ ദാവീദ് രാജാവിനെയും പ്രജകളെയും കൂടെയുള്ളവരെയും കുടുംബത്തെയും നന്നായി തീറ്റിപ്പോറ്റി. ഭക്ഷണം അവർക്ക് കഴിക്കാനും ജീവിക്കാനും വേണ്ടതെല്ലാം സമ്പന്നനായ ബർസില്ലായി ആവശ്യം പോലെ കൊടുത്തു. പിന്നത്തേതിൽ അബ്ശാലോം മരിച്ചുപോയി. ദാവീദ് രാജാവ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് ദാവീദ് ബർസില്ലായിയോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കൊട്ടാരത്തിൽ പാർപ്പിച്ച് തീറ്റിപ്പോറ്റും.
എൻ്റെ കഷ്ടതയിൽ നീ എന്നെ നോക്കിയതുകൊണ്ട് കൊട്ടാരത്തിൽ ജീവിക്കണം. അന്ന് ബർസിലായി പറയുന്നുണ്ട്, പ്രായം ഇത്രയായി പാട്ടുകാരുത്തികളുടെ പാട്ട് കേൾക്കാനോ ഡാൻസ് ആസ്വദിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞുപോയി. ഞാനിവിടെ ജീവിച്ച് മരിച്ചോളാം. എന്നാൽ നിന്റെ ദാസനായ കിംഹാമിത അവനെ കൂട്ടിക്കൊണ്ടു പോവുക. 2 ശമൂവേൽ 19:37 വാക്യമാണ്. എൻ്റെ പട്ടണത്തിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിടകൊള്ളട്ടെ. എന്നാൽ നിന്റെ ദാസനായ കിംഹാമിത അവൻ യജമാനായ രാജാവിനോടുകൂടെ പോരട്ടെ. നിനക്ക് പ്രസാദമായത് അവന് ചെയ്തു കൊടുത്താലും. കിംഹാം ആരായിരുന്നു? ബർസില്ലായിയുടെ ഒരു മകനാണ്. അങ്ങനെ കിംഹാം ദാവീദ് രാജാവിൻ്റെ കൂടെ പോയി. ദാവീദ് രാജാവിന് ഒത്തിരി കൊട്ടാരങ്ങളുണ്ടായിരുന്നു. അവൻ പലയിടത്തും കൊട്ടാരങ്ങൾ പടുത്തു. അതിനകത്ത് തൻ്റെ ജന്മഭൂമിയായ ഇശായിയുടെ ആ തറവാട്, ആ കുടുംബത്തിലാണ് ജനിച്ചത്, ഇശായിയുടെ വീട്ടിൽ ബത്ലഹേമിൽ. ആ തറവാട് പുതുക്കി മനോഹരമായൊരു കൊട്ടാരമാക്കി. അപ്പോൾ ബർസില്ലായി ദാവീദിന് ചെയ്ത ഉപകാരത്തിന് ദാവീദ് ഒരു കൊട്ടാരം കിംഹാമിന് കൊടുത്തെന്നാണ് ചരിത്രം, ബർസില്ലായുടെ മകന്. കാരണം ആ കഷ്ടത്തിൽ ആരും സഹായിക്കാനില്ലാത്തപ്പോൾ, ഒരല്ലലില്ലാതെ കഷ്ടകാലത്ത് ദാവീദിനെ പോറ്റിയ ബർസില്ലായിയോട് നീതി കാണിച്ചതാണ് ഒരു കൊട്ടാരം കൊടുത്തു. കാരണം ദാവീദിന് ആവശ്യം പോലെ കൊട്ടാരമുണ്ട്. അപ്പോൾ ഈ കൊട്ടാരം കിംഹാം തൻ്റെ ഒരു റിസോർട്ടാക്കി മാറ്റി. അതായത് ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ അതിനെ അനേകർ വന്ന് പാർക്കുന്ന ഒരു വിലയേറിയ സ്ഥലമാക്കി മാറ്റി. അങ്ങനെ ഗരൂത്ത് കിംഹാം, അതിൻ്റെ പേരിൽ തന്നെ ആ ദേശം അറിയപ്പെടാൻ തുടങ്ങി. ബത്ലഹേമിൻ്റെ ഒരു അതിരാണ്. അങ്ങനെ കിംഹാം ഗരൂത്ത് ഈ താമസ സൗകര്യത്തിലേക്കാണ് ദാവീദിൻ്റെ പുത്രനായ ജോസഫും മറിയയും ചെല്ലുന്നത്. ആ സമയത്ത് വഴിയമ്പലം, ഈ ഗരൂത്തിൽ ഇടമില്ലാതെ പാർക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് യേശു കുഞ്ഞിനെ വഴിയിൽ പ്രസവിച്ച് തൊട്ടടുത്തുള്ള ഒരു പശുത്തൊട്ടിയിലേക്ക് കിടത്തി. ഇതാണ് ചരിത്രം. അപ്പോൾ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ, അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ജോസഫ് മറിയമായിട്ട് അങ്ങോട്ട് പോയത്? അതായത് യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ മകനായിട്ടാണ്, ദാവീദിൻ്റെ കുടുംബത്തിൽ രാജാവായിട്ടാണ് യേശു പിറക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ കൊട്ടാരത്തിൽ തന്നെയാണ് യേശു പിറക്കേണ്ടത്. അതുകൊണ്ടാണ് വിദ്വാൻമാർ നേരെ കൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളവൻ്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. എത്ര ഭയങ്കര ചരിത്രമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് യേശുവിന് വഴിയമ്പലത്തിൽ ജനിക്കാൻ ഇടം കിട്ടാഞ്ഞത്? ആ രാജകൊട്ടാരത്തിൽ ദാവീദിൻ്റെ ആ ഗരൂത്തിൽ എന്തുകൊണ്ട് താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല? ബൈബിൾ പറയുന്നു, അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലേ? യേശു ജനിച്ചത്, അവൻ്റെ ജനനം വലിയ ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ടാണ് ദൂതന്മാർ പറയുന്നത്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. പഴുന്തുണി അല്ലെങ്കിൽ ശീലകൾ ചുറ്റപ്പെട്ടവനായി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്. എന്താണ് ആ ശീലകൾ ചുറ്റിയിരിക്കുന്നത്? അവൻ സാധാരണ മരിക്കുമ്പോഴാണ് ശീലകൾ ചുറ്റുന്നത്. അവൻ ജനിച്ചത് നിനക്കും എനിക്കും വേണ്ടി മരിക്കുവാനാണ്. അവൻ്റെ മരണത്തിലൂടെയാണ് എൻ്റെ ജീവിതം മാറുന്നത്. അതുപോലെ ഇത് ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിയണം, യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ മരണം എല്ലാം എൻ്റെ സമാധാനത്തിന് വേണ്ടി, എൻ്റെ വിടുതലിന് വേണ്ടി, എൻ്റെ സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ അഭിഷേകത്തിന് വേണ്ടി, എൻ്റെ നിത്യമായ വാഴ്ചയ്ക്ക് വേണ്ടി, ഇതിനു വേണ്ടിയായിരുന്നു യേശു ഈ ഭൂമിയിൽ വന്നത്. അല്ലാതെ നമ്മൾ 2 താറാവിനെയും കൊന്ന് 3 കോഴിയെയും കൊന്ന് ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ പോകാൻ വേണ്ടിയല്ല. സമാധാനം, സൗഖ്യം, നമ്മുടെ വീട് ഒരാനന്ദ ഭവനമാകാൻ, നമ്മുടെ വീട് ഒരത്ഭുത ഭവനമാകാൻ,
യേശു ഇന്ന് രാജാവായി നമ്മുടെ വീടുകളിൽ വാഴുവാൻ കൊതിക്കുന്നു. ഇത് കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, യേശുവേ അങ്ങൻ്റെ ഉള്ളിലേക്ക് വരണമേ, എൻ്റെ എല്ലാ പാപത്തിനോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറയുമെങ്കിൽ, അങ്ങേ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങളുടെ ജീവിതം ആ നിമിഷം മുതൽ സമാധാന നദിയുള്ളതും ആനന്ദമുള്ളതുമായി മാറും. ഞാൻ ആ ചെറിയ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. യേശുവേ, അവിടുന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ. എൻ്റെ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ കഴുകണമേ. അങ്ങേ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനും നാഥനും രാജാവും ആയി സ്വീകരിക്കുന്നു. ആമേൻ. നിങ്ങളിത് പറഞ്ഞ മാത്രയിൽ യേശു ആ പണ്ടേയുള്ള കഥകളിലേക്ക് കടന്നു വന്ന് മഹത്വത്തിൻ്റെ രാജാവ് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ വാഴുകയാണ്. പണ്ടേ ഈ കഥക്, ഈ ഹൃദയം തുറക്കേണ്ടതായിരുന്നു, നമ്മൾ തുറന്നില്ല. എന്നാൽ ഇപ്പോൾ സമയമായി. യേശുവിനെ സ്വീകരിച്ചു. ഇന്നാദ്യമായി യേശുവിനെ സ്വീകരിച്ചവർ പറയണം, ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസമാണ്. ഈ 25-ാം തീയതി മുതൽ എൻ്റെ ജീവിതം ഒരു പുതിയ ജനനത്തിലാണ്. ഞാനൊരു പുതിയ അധികാരത്തിൽ, പുതിയ സമാധാനത്തിൽ തുടരും എന്ന് നമുക്ക് വിശ്വസിക്കാം. യേശുവേ, ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇന്നു മുതൽ ഒരു പുതിയ തുടക്കം ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഇന്നു മുതൽ ഒരു വലിയ സമാധാന നദി ഈ വീടുകളിൽ ഒഴുകട്ടെ. സൗഖ്യങ്ങൾ ഒഴുകട്ടെ, അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ, സാഹചര്യങ്ങളെല്ലാം മാറട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. വീണ്ടും ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ജീസസ് എവരിഡേ എന്ന പ്രഭാതത്തിലെ ഈ പ്രാർത്ഥന വെറും അരമണിക്കൂറിൽ താഴെയുള്ള ഈ സമയം നിങ്ങൾ ഞങ്ങളോട് കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഇതൊരു വലിയ ഉണർവായി മാറും. ഞങ്ങളെ സാമ്പത്തികമായി കൈത്താങ്ങൽ തരുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഈ മിനിസ്ട്രിയുടെ സഹായത്തിനായിട്ട്, വളർച്ചയ്ക്കായിട്ടും ഞങ്ങൾക്ക് വേണ്ടി, ഈ മിനിസ്ട്രിക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയിൽ തമ്മിൽ ഓർക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.